Good evening and welcome. ഭാര്യ തന്നെ തല്ലിയെന്ന് മന്ത്രി കെ.ബി. ഗണേഷ് കുമാറും ഗണേഷ് കുമാർ നിരന്തരം ഉപദ്രവിക്കുകയായിരുന്നുവെന്ന് ഭാര്യ യാമിനി തങ്കച്ചിയും പറഞ്ഞതോടെ കേരള രാഷ്ട്രീയം ഇതുവരെ കാണാത്ത വിവാദ കൊടുങ്കാറ്റിൽ ഉലയുകയാണ്. ഒത്തുതീർപ്പുണ്ടാക്കാമെന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി വഞ്ചിച്ചുവെന്ന് കൂടി യാമിനി തങ്കച്ചി പറഞ്ഞതോടെ സംസ്ഥാന സർക്കാരും പ്രതിക്കൂട്ടിലാവുന്നു. ഈ വിഷയം സ്പെഷ്യൽ എഡിഷൻ ഇന്ന് ചർച്ച ചെയ്യും. മന്ത്രി ഗണേഷ് കുമാർ 16 വർഷമായി തന്നെ പീഡിപ്പിക്കുകയാണെന്ന് ഭാര്യ യാമിനി തങ്കച്ചി. ഗണേഷിന്റെ പരസ്ത്രീ ബന്ധങ്ങൾ മക്കളെ ഓർത്ത് മാത്രമാണ് സഹിച്ചു പോന്നത്. ഗണേഷ് കുമാറിനെ പറ്റി പി.സി. ജോർജ് ഉന്നയിച്ച ആരോപണങ്ങൾ ശരിയാണെന്നും യാമിനി തങ്കച്ചി പറഞ്ഞു. തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് സംസാരിച്ച യാമിനി തങ്കച്ചി പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് ഇക്കാര്യങ്ങൾ പറഞ്ഞത്. തന്നെ പീഡിപ്പിച്ചുവെന്ന് ഗണേഷ് കുമാർ കുടുംബ കോടതിയിൽ പരാതിപ്പെട്ടതിനെ തുടർന്നാണ് യാമിനിയുടെ വെളിപ്പെടുത്തൽ. വർഷങ്ങളായിട്ട് 16 വർഷമായിട്ട് ഈ ഫിസിക്കൽ അബ്യൂസ് നടക്കുകയാണ്. എല്ലാ പ്രാവശ്യവും നടക്കുന്നത് എന്തെങ്കിലും ഒരു റിലേഷൻഷിപ്പ്, ഇതേപോലത്തെ ഒരു വേറെ സ്ത്രീകളുമായിട്ടുള്ള റിലേഷൻഷിപ്പിനെ പറ്റി ചോദിക്കുമ്പോഴാണ് ഈ പീഡനം നടക്കുന്നത്. അത് എല്ലാവർക്കും അറിയാം. ആ വീട്ടിൽ അന്നും എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത് ടി ബാലകൃഷ്ണനും ബിന്ദു ബാലകൃഷ്ണനുമാണ്. തനിക്കെതിരായ ആരോപണങ്ങൾ ബ്ലാക്ക് മെയിലിംഗ് തന്ത്രമെന്ന് ഗണേഷ് കുമാർ. യാമിനിയാണ് തന്നെ ആക്രമിച്ചത്. ഇതിന് പിന്നിലെ ഗൂഢാലോചന പുറത്തു കൊണ്ടുവരാൻ ഉന്നതതല അന്വേഷണം വേണം. തെറ്റുകാരനല്ലാത്തതുകൊണ്ട് താൻ തയ്യാറായിട്ടും രാജിവെക്കേണ്ടെന്ന് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്. ആരോപണം തെളിഞ്ഞാൽ മാത്രമേ രാജിവെക്കുകയുള്ളൂവെന്നും ഗണേഷ് കുമാർ വ്യക്തമാക്കി. എൻ്റെ വഴുതക്കാടിലെ വീട് എഴുതി കൊടുക്കാൻ ഞാൻ സന്നദ്ധനായി. എല്ലാ പേപ്പേഴ്സ് റെഡിയാണ്. അത് ഇലക്ട്രിസിറ്റി ബില്ലും വാട്ടർ ബില്ലും വരെ ഞാൻ അടച്ച് തയ്യാറായി. പക്ഷേ എഗ്രിമെൻറ്റ് വയലേറ്റ് ചെയ്ത് വന്നില്ല. ഇന്നലെയും സംസാരിച്ചു, വന്നില്ല. ഞാൻ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ സന്നദ്ധനാണ്. പക്ഷേ ബ്ലാക്ക് മെയിൽ ചെയ്തിട്ട് വേണ്ട എന്നുള്ളതാണ്. പോലീസും എസ്കോർട്ടും ഗൺമാനും ഒക്കെ ഉള്ള എൻ്റെ വീട്ടിൽ ആരും വന്ന് എന്നെ ആക്രമിച്ചില്ല. എന്നെ ആക്രമിച്ചത് യാമിനി തങ്കച്ചി തന്നെയാണ്. അത് തെളിയിക്കണം. കേരളത്തിലെ ജനങ്ങൾ മുമ്പിൽ തെളിയിക്കണം. ബഹുമാനപ്പെട്ട കോടതിയെ ഞാൻ സമീപിച്ചിരിക്കുകയാണ്. എനിക്ക് നീതി ലഭിക്കണമെന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. മാധ്യമങ്ങളിൽ നിന്നും ജനങ്ങളിൽ നിന്നും പോലീസിൽ നിന്നും കോടതിയിൽ നിന്ന് എനിക്ക് നീതി ലഭിക്കുമെന്ന് എനിക്ക് 100% ഉറപ്പുണ്ട്. കുറ്റം ചെയ്യാത്ത എന്നെ ക്രൂശിതനാക്കരുത് മാത്രമേ പറയുള്ളൂ. കുറ്റം ചെയ്തിട്ടില്ല. ഞാൻ ചെയ്ത ഒറ്റ കുറ്റമേ ഉള്ളൂ. അഴിമതിക്കെതിരെ നിന്നു ഒറ്റ കുറ്റം മാത്രമേ ചെയ്തിട്ടുള്ളൂ. അതിനെ എനിക്കെതിരെ ഉണ്ടാക്കിയ കെണിയാണ്. ഈ കെണി എങ്ങനെ ഉണ്ടായി, ഈ ഗൂഢാലോചന പുറകിൽ ആരാണ്, ആരൊക്കെ ഉണ്ട് എന്ന് അന്വേഷിക്കണം. അതും കൂടി അന്വേഷിക്കണം. ഇത് ഒരു ബ്ലാക്ക് മെയിലിംഗ് തന്ത്രമാണ്. കഴിഞ്ഞ 1 മാസവും 10 ദിവസമാണ് ഒരു മനുഷ്യൻ നിലയിൽ ഞാൻ അനുഭവിക്കുന്ന പീഡനം. അത് സഹിക്കാൻ പോയി. എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞാൻ എല്ലാം എഴുതി കൊടുക്കാൻ തയ്യാറായി. അത് ഞാൻ തയ്യാറായപ്പോൾ അതിനും തയ്യാറാവില്ല. പിന്നെയും എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ ഞാൻ ബഹുമാനപ്പെട്ട കോടതിയെ സമീപിച്ചു. ഈ വിഷയം കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുക. ഞാൻ കൂടുതൽ അതിനെക്കുറിച്ച് പറയുന്നില്ല. ബഹുമാനപ്പെട്ട കോടതിയിൽ നിന്ന് എനിക്ക് നീതി ലഭിക്കുന്നത് എനിക്ക് ഉറപ്പുണ്ട്. കുറ്റം ചെയ്യാത്ത എന്നെ ക്രൂശിതനാക്കരുത് മാത്രമേ. കുറ്റം ചെയ്തിട്ടില്ല. അദ്ദേഹവും കൂടെ ചേർന്നാണ് എന്നെ ഇപ്പം ചീറ്റ് ചെയ്തിരിക്കുന്നത്. ഈ വിഷയം ചർച്ച ചെയ്യാൻ അഡ്വക്കേറ്റ് നന്ദിനി കൊച്ചി സ്റ്റുഡിയോയിൽ നിന്ന് ചേരുന്നു. ഒപ്പം വിശദമായ റിപ്പോർട്ടുകളുമായി തിരുവനന്തപുരത്ത് നിന്ന് ജലീൽ പടന്നയും ജയേഷ് രാഘവനും ചേരും. മഹിളാ കോൺഗ്രസ് AICC സെക്രട്ടറി മഹിളാ കോൺഗ്രസ് നേതാവുമായ അഡ്വക്കേറ്റ് ഷാനിമോൾ ഉസ്മാനെ ടെലിഫോൺ ലൈനിൽ പ്രതീക്ഷിക്കുന്നു. CPM നേതാവ് KK ശൈലജയും ടെലിഫോൺ ലൈനിൽ പ്രതീക്ഷിക്കുന്നു. ആദ്യം ഷാനിമോൾ ഉസ്മാനിലേക്ക്. ഷാനിമോൾ ഉസ്മാൻ, കേരളം ഇതുവരെ കാണാത്ത രീതിയിലുള്ള ആരോപണ പ്രത്യാരോപണങ്ങൾക്കാണ് സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. മന്ത്രി കെ.ബി. ഗണേഷ് കുമാറിനെതിരെ ആരോപണവുമായി ഭാര്യ യാമിനി തങ്കച്ചി രംഗത്ത് വന്നിരിക്കുന്നു. നേരത്തെ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിരുന്നു, അത് സ്വീകരിച്ചില്ല എന്ന ആരോപണവും അവർ ഉന്നയിക്കുന്നു. മന്ത്രിയുടെ രാജി ആവശ്യപ്പെടാൻ, ധാർമ്മികമായി മന്ത്രിയുടെ രാജി ആവശ്യപ്പെടാൻ കോൺഗ്രസ് ഇനിയും മടിക്കുന്നുണ്ടോ? ആദ്യത്തെ എൻ്റെ അഭ്യർത്ഥന, ഞാൻ പറയുന്ന മുഴുവൻ കാര്യങ്ങളും പറഞ്ഞു തീർക്കാനുള്ള അവസരം എനിക്ക് തരണം. ഞാൻ ഈ വിഷയത്തെ 2 തരത്തിലാണ് കാണുന്നത്. ഒന്നാമതായി, ഇപ്പൊ യാമിനി തങ്കച്ചി എന്നല്ല, ഗണേഷ് കുമാർ എന്നല്ല, കേരളത്തിലെ ഏത് കുടുംബത്തിലെ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ഒരു പ്രശ്നമാണെങ്കിലും ഞാൻ കോൺഗ്രസിന്റെ പ്രവർത്തകയാണ്. കോൺഗ്രസിന്റെ പ്രവർത്തകരെന്നല്ല, CPM-ന്റേതല്ല, BJP-യുടേതെന്നല്ല, ഈ പൊതുപ്രവർത്തകരായാലും കുടുംബ വഴക്കാണെങ്കിൽ അത് പറഞ്ഞു തീർക്കാൻ ശ്രമിക്കണം എന്നുള്ള വ്യക്തമായ അഭിപ്രായമുള്ള ആളാണ് ഞാൻ. അതിന് പകരമായി ഒരു കുടുംബത്തെ അകറ്റുന്നതിന് വേണ്ടിയുള്ള പരിശ്രമം ആരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകാൻ പാടില്ല. കേരളത്തിലെ ഒരു രാഷ്ട്രീയ നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്നും അത്തരത്തിലൊരു സമീപനം ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുമില്ല. പക്ഷെ ഇവിടെ അത് രണ്ട് വിഷയമായിട്ടാണ്. ഇപ്പോ യാമിനി തങ്കച്ചിക്കുള്ള പ്രയാസങ്ങള് അതിന് ചേർക്കണം ഞാൻ തയ്യാറല്ല. ഗണേഷ് കുമാർ പറയുന്ന പ്രശ്നത്തെ അതിനെയും ഒരു രാഷ്ട്രീയമായി മുതലെടുക്കാനും ഞാൻ തയ്യാറല്ല. ആ സംഭവത്തില് ഏതെങ്കിലും തരത്തിൽ ഇടപെട്ടുകൊണ്ട് ആ കുടുംബത്തെ കുഞ്ഞുങ്ങൾക്കൊപ്പം ജീവിക്കാൻ ഭാര്യയും ഭർത്താവിനെയും സഹായിക്കുന്ന തരത്തിലുള്ള നിലപാട്
ഗവൺമെന്റ് ആയാലും അതിനിപ്പോ സ്വാധീനമുള്ളത് CPM നേതാക്കന്മാരാണെങ്കിൽ അവരായാലും എടുത്ത് മുന്നോട്ട് പോകണമെന്നാണ് അതേ സംബന്ധിച്ച് എന്റെ അഭിപ്രായം. രണ്ടാമത്തെ വിഷയം, ഇത് രാജിവെക്കണം, മുഖ്യമന്ത്രി രാജിവെക്കണം, സർക്കാർ രാജിവെക്കണം എന്നുള്ളത് ഈ ഗവൺമെന്റ് വന്ന ദിവസം മുതൽ തന്നെ ഇവിടുത്തെ പ്രതിപക്ഷം ഉയർത്തുന്ന ആരോപണമാണ്. അത് ഒരു രാഷ്ട്രീയ ആരോപണം മാത്രമാണ്. ഞാൻ പറയട്ടെ, ഇതിനകത്ത് മുഖ്യമന്ത്രി കേരളത്തിലെ നിയമസഭയെ തെറ്റിദ്ധരിപ്പിച്ചു എന്നുള്ള രീതിയിൽ വരുന്ന വാർത്ത, അത് എത്ര തെറ്റാണത് നമുക്ക് അറിയാമല്ലോ. ശ്രീ ഉമ്മൻചാണ്ടിയുടെ ഷാനിമോൾ ഉസ്മാൻ, ഈ പറഞ്ഞതിലൊക്കെ വസ്തുതയുണ്ട്. ആരുടെ കാര്യത്തിലാണെങ്കിലും ഭാര്യാഭർത്താക്കന്മാർ തമ്മിലുള്ള തർക്കം കുടുംബത്തിനകത്ത് പരസ്പരം ചർച്ച ചെയ്ത് പരിഹരിക്കണം എന്നൊക്കെ പറയാൻ എളുപ്പമാണ്. അതല്ല, ഇത് പരസ്യമായി വന്നിരിക്കുന്നു. ഈ ആരോപണം നേരത്തെ ഉണ്ടായതാണ്. യാമിനി തങ്കച്ചി മുഖ്യമന്ത്രിയെ കണ്ടതാണ്, പരാതി എഴുതി നൽകിയതാണ്. മുഖ്യമന്ത്രി അത്തരമൊരു പരാതിയില്ല എന്ന് നിയമസഭയിൽ പറഞ്ഞതാണ്. ഇത്തരമൊരു പരാതി ഉണ്ടായാൽ അക്കാര്യം നിയമ സംവിധാനത്തെ അറിയിക്കേണ്ട ബാധ്യതയുള്ള ആളാണ് പൊതുപ്രവർത്തകൻ കൂടിയായ മുഖ്യമന്ത്രി. ഈ സാഹചര്യത്തിലാണ് ഇത് കേരള രാഷ്ട്രീയത്തിൽ ചർച്ചയാവുന്നത്. അതെ, താങ്കളോട് ഞാൻ ആദ്യം തന്നെ ഞാൻ പറയുന്നത് പൂർത്തിയാക്കാൻ എനിക്ക് അവസരം തരണമെന്ന് ഞാൻ അഭ്യർത്ഥിച്ചിരുന്നു. താങ്കളോട് എനിക്ക് പറഞ്ഞു തീർക്കാനുള്ള അവസരം തരണമെന്ന് ഞാൻ അഭ്യർത്ഥിച്ചത് തന്നെയാണ്. ഞാൻ പറയട്ടെ, കേരളത്തിലെ മുഖ്യമന്ത്രി ഈ കഴിഞ്ഞ ഏറെ വർഷക്കാലമായി, പതിറ്റാണ്ടുകളായി കേരള രാഷ്ട്രീയ രംഗത്ത് നിന്ന് രാഷ്ട്രീയ സത്യസന്ധത തെളിയിച്ചിട്ടുള്ള വ്യക്തിയാണ്. അദ്ദേഹം നിയമസഭയിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള പ്രസ്താവന നടത്തിയെന്ന് പറയുന്നത് അങ്ങേയറ്റം അസംബന്ധമാണെന്ന് പറയാൻ ഞാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. അദ്ദേഹം തീർത്ത് പറയുന്നു, അദ്ദേഹത്തിന്റെ കയ്യിൽ എഴുതി ഒരു പരാതി യാമിനി തങ്കച്ചി കൊടുത്തിട്ടില്ല എന്ന് മാത്രമല്ല, അദ്ദേഹത്തിന്റെ കയ്യിൽ അത്തരം പരാതി ഞാൻ തന്നിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കത്ത് കൊടുത്തിട്ടുള്ളതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ ഇതിനെയൊക്കെ വക്രീകരിച്ചുകൊണ്ട് ചിലരുടെ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ഉണ്ടാക്കി കൊണ്ടുവരുന്നത് ശരിയാണെന്ന് ഞാൻ കരുതുന്നില്ല. യാമിനിയും ഗണേഷ് കുമാറും തമ്മിലുള്ള പ്രശ്നം തീർത്തുകൊണ്ട് ആ കുടുംബത്തെ ജീവിക്കാൻ അനുവദിക്കുന്നതിന് പകരം ആ പ്രശ്നം ഒത്തുതീർപ്പിന് വേണ്ടി പരിശ്രമിച്ച മുഖ്യമന്ത്രിയാണ് ഇവിടെ കുറ്റക്കാരൻ എന്ന നിലയിൽ പറഞ്ഞു വരുന്നത് അങ്ങേയറ്റം തെറ്റാണ്. ഇത്തരത്തിലുള്ള രാഷ്ട്രീയ കുപ്രചരണങ്ങളുടെ ഭാഗമായി മാധ്യമങ്ങൾ കൂടി ഇടപെടുന്നത്. ശ്രീ ഷാനിമോൾ ഉസ്മാൻ, ഇത് കേവലം ഒരു കുടുംബവഴക്ക് മാത്രമല്ല. കാരണം ഗണേഷ് കുമാറിന്റെ പിതാവ് ബാലകൃഷ്ണപിള്ള UDF-ലെ ഒരു നേതാവാണ്, ഘടകകക്ഷി നേതാവാണ്. മാത്രമല്ല, ഈ ഒരു കുടുംബ പ്രശ്നം മുഖ്യമന്ത്രിയുടെ മുന്നിലേക്ക് വരുന്നത് തന്നെ ചില രാഷ്ട്രീയ പ്രശ്നങ്ങളുടെ ഭാഗമായാണ്. അപ്പോൾ ഇതിനെ കേവലം കുടുംബവഴക്കായി മാത്രം ചുരുക്കാൻ കഴിയുമോ? അല്ല, താങ്കൾ അതിനെ ഒരു കുടുംബവഴക്കിനെ കേവലം കുടുംബവഴക്കെന്ന് പറയുന്നത് ഞാൻ കേവലം എന്നുള്ള വാക്ക് ഉപയോഗിക്കില്ല. ഏത് കുടുംബത്തിലുണ്ടായാലും പ്രശ്നമുണ്ടാകുന്നതിനെ ഗൗരവമായി കാണുന്നയാളാണ് ഞാൻ. അപ്പൊ ശ്രീ ബാലകൃഷ്ണപിള്ളയുടെ മകനാണ് ഗണേഷ് കുമാർ എന്നുള്ളത് കൊണ്ടും ഗണേഷ് കുമാർ മന്ത്രിയാണെന്നുള്ളത് കൊണ്ടും അദ്ദേഹം ഈ രാജ്യത്തെ ഒരു പൗരനല്ലാതാകുന്നില്ല. ഒരു വ്യക്തിയാണ്. വ്യക്തികൾക്കുണ്ടാകുന്ന സങ്കടങ്ങളും കുടുംബങ്ങൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങളും അദ്ദേഹത്തിന്റെ കുടുംബത്തിലും ഉണ്ടായിരിക്കാം. പക്ഷെ മുഖ്യമന്ത്രിയുടെ കയ്യിൽ എഴുതി കൊടുത്തു എന്ന് പറയുന്നത് തെറ്റാണ് എന്ന് ഈ രാഷ്ട്രീയ സത്യസന്ധത തെളിയിച്ച് ശ്രീ ഉമ്മൻചാണ്ടി ആവർത്തിച്ച് പറയുമ്പോൾ അതിനെ അവിശ്വസിക്കേണ്ട കാര്യം ഈ സാംസ്കാരിക കേരളത്തിൽ ഡോക്ടർ യാമിനി തങ്കച്ചി പറയുന്നത്, ഞാൻ രേഖാമൂലം പരാതി എഴുതി മുഖ്യമന്ത്രിയുടെ കൈവശം ഏൽപ്പിക്കാൻ വന്നതായിരുന്നു, പക്ഷെ അത് സ്വീകരിക്കാൻ മുഖ്യമന്ത്രി തയ്യാറായില്ല എന്ന് തന്നെയാണ്. ഞാൻ ചോദിക്കട്ടെ, മുഖ്യമന്ത്രിയോട് പരാതിയുമായി വന്നപ്പോൾ മുഖ്യമന്ത്രി അത് പറഞ്ഞു തീർക്കാൻ വേണ്ടി തയ്യാറാണ്. അത് ഒത്തുതീർപ്പാക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമവുമായി മുന്നോട്ട് പോയി തെറ്റാണോ? പരാതി നൽകി, ഇത് സാങ്കേതികമായ ചോദ്യം കൂടിയുണ്ട്. താങ്കൾ ചോദിക്കുമ്പോൾ പരാതി നൽകാൻ ഞാൻ മനസ്സിൽ ഉദ്ദേശിച്ചിരുന്നു, പരാതി നൽകാൻ ഞാൻ തയ്യാറായിരുന്നു എന്നുള്ളതല്ല. ഞാൻ യാമിനി തങ്കച്ചിയെ കുറ്റപ്പെടുത്തുന്നില്ല. ഞാൻ യാമിനി തങ്കച്ചിയുടെ പരാമർശത്തെ അങ്ങേയറ്റം വേദനയോടുകൂടി കണ്ടുകൊണ്ട് തന്നെ പറയുകയാണ്, കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ കയ്യിൽ ഒരു രേഖാമൂലമുള്ള പരാതി യാമിനി തങ്കച്ചി കൊടുത്തിട്ടില്ല എന്ന് മുഖ്യമന്ത്രി പറയുന്ന വാക്ക് സാംസ്കാരിക കേരളം വിശ്വസിക്കുന്നു. അതിനപ്പുറമായി അതിന് രാഷ്ട്രീയമായ ചില ഗൂഢാലോചനകളും ബാഹ്യശക്തികളുടെ പ്രേരണയായാലും സർക്കാരിനെതിരെയുള്ള ഒരു ആയുധമാക്കി മാറ്റുന്നതിനോട് യോജിക്കാൻ കഴിയില്ല. ദയവായി ടെലിഫോൺ ലൈനിൽ തുടരണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഷാനിമോൾ ഉസ്മാൻ. ഇപ്പോൾ KK ശൈലജ CPM നേതാവ് ചേരുന്നു. ശ്രീമതി KK ശൈലജ, ബാഹ്യപ്രേരണ മൂലമാണ് യാമിനി തങ്കച്ചി ഗണേഷിനെതിരെ ഇത്തരം ഒരു ആരോപണം ഉന്നയിക്കുന്നത് എന്നാണ് മുഖ്യമന്ത്രി പ്രതികരിച്ചത്. ഗണേഷിന് രാജിവെക്കേണ്ടതില്ല എന്ന്, ഗണേഷ് രാജിവെക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് ഗണേഷ് പരസ്യമായി പറയുകയും ചെയ്യുന്നു. എന്താണ് ഇടതുപക്ഷം ഇക്കാര്യത്തെ എങ്ങനെയാണ് സമീപിക്കുന്നത്? ഇല്ല, ഇത് ഈ നാട്ടിലെ ജനങ്ങൾ മുഴുവൻ മനസ്സിലാക്കേണ്ടുന്ന ഒരു വിഷയമാണ്. യാമിനി തങ്കച്ചിയുടെ പത്രസമ്മേളനം കാണുന്ന ഏതൊരാൾക്കും അവരുടെ വാക്കുകൾക്കിടയിലൂടെ അവരനുഭവിക്കുന്ന പ്രയാസങ്ങളെല്ലാം മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. അവർ തന്നെ പറഞ്ഞല്ലോ, നേരത്തെ അവർ പരാതി എഴുതി തയ്യാറാക്കി മുഖ്യമന്ത്രിയെ കാണാൻ ചെന്നു. മുഖ്യമന്ത്രി പറഞ്ഞു പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം ഉണ്ടാക്കാം, ഇപ്പോൾ എഴുതി തയ്യാറാക്കിയ പരാതി തരരുത് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു എന്നാണ് പറഞ്ഞത്.
അതിന് ഭയപ്പെട്ടിരുന്നു യാമിനി തങ്കച്ചി. ഇതിന് പരിഹാരം മുഖ്യമന്ത്രി ഉണ്ടാക്കി തരുമെന്ന് വിശ്വസിക്കുകയും അച്ഛനെ പോലെ കരുതിയിട്ട് മുഖ്യമന്ത്രിയുടെ വാക്ക് വിശ്വസിച്ചു എന്നാണ് യാമിനി തങ്കച്ചി പറഞ്ഞത്. അപ്പോഴും ഞങ്ങളെല്ലാം മഹിളാ അസോസിയേഷൻ പ്രവർത്തകരെന്ന് പറഞ്ഞിരുന്നു, യാമിനി തങ്കച്ചിയുടെ കയ്യിൽ നിന്നും മുഖ്യമന്ത്രി പരാതി വാങ്ങാത്തത് തെറ്റാണ്. കാർഷിക പീഡനത്തെക്കുറിച്ച് പരാതി പറയാൻ ചെന്നാൽ അത് വാങ്ങി അത് പീഡിപ്പിച്ച ആൾക്കെതിരെ നടപടിയെടുക്കാൻ മുഖ്യമന്ത്രിക്ക് ഉത്തരവാദിത്വമുണ്ട്. പക്ഷെ യാമിനി തങ്കച്ചി തന്നെ ഇദ്ദേഹം ഇതെല്ലാം പരിഹരിച്ചു കൊടുക്കും എന്നുള്ള ധാരണയിൽ പരാതി കൊടുത്തില്ല. പിന്നീട് മുഖ്യമന്ത്രി തന്നെ വഞ്ചിച്ചു. ഇപ്പൊ ഗണേഷ് കുമാറും തനിക്കെതിരായിട്ട് തെറ്റായിട്ടുള്ള ആരോപണം പറയുന്നു എന്ന് യാമിനി തങ്കച്ചി വളരെ ഖിന്നയായിട്ട് വളരെ വേദനയോടുകൂടി മാധ്യമങ്ങളുടെ മുമ്പാകെ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. നമുക്ക് അറിയില്ലേ, ഒരു സ്ത്രീ മാധ്യമങ്ങളുടെ എല്ലാം മുമ്പാകെ തന്റെ കുടുംബത്തിനകത്ത് നടന്നിട്ടുള്ള പ്രയാസങ്ങൾ പറയണമെങ്കിൽ ഏതറ്റം വരെ പോയിട്ടായിരിക്കും, എത്ര പ്രയാസം സഹിച്ചിട്ടാണ്. ശരിയാണ് കെ ശൈലജ, ദയവായി തുടരുക ടെലിഫോൺ ലൈനിൽ. ഇപ്പോൾ അഡ്വക്കേറ്റ് നന്ദിനി ചേരുന്നു. അഡ്വക്കേറ്റ് നന്ദിനി, മുഖ്യമന്ത്രിയുടെ മുമ്പിൽ ഡോക്ടർ യാമിനി പരാതിയുമായി എത്തി, അത് എഴുതി തയ്യാറാക്കിയോ മനസ്സിൽ വെച്ചോ എന്നുള്ളതല്ല പ്രശ്നം. ഇത്തരമൊരു പരാതി മുഖ്യമന്ത്രിയുടെ മുന്നിൽ ഉന്നയിക്കുന്നു. ഇത് മുഖ്യമന്ത്രി ഒരു കോംപ്രമൈസിലേക്ക് കൊണ്ടുപോയി പിന്നീട് അതിനുവേണ്ടി ശ്രമിക്കുന്നു. പിന്നീട് അതേ യാമിനി തന്നെ മാധ്യമങ്ങളുടെ മുമ്പിൽ വന്ന് പറയുന്നു, മുഖ്യമന്ത്രി എന്നെ വഞ്ചിച്ചു, അദ്ദേഹത്തെ ഞാൻ പിതാവിനെ പോലെ കരുതിയിരുന്നു എന്നെല്ലാം പറയുന്നു. ഇതിൽ നിയമപരമായ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഒളിഞ്ഞിരിപ്പില്ലേ? ഇതിനകത്ത് നെല്ലും പതിരും തിരിച്ചറിയേണ്ട ചില കാര്യങ്ങളുണ്ട്. കാരണം ഞാൻ ഇതിനകത്തുള്ള ഒരു പൊളിറ്റിക്കൽ ഗിമിക്കിങ്ങിനെ കുറിച്ച് ഞാനൊന്നും പറയുന്നില്ല. കുറച്ച് കാലങ്ങളായിട്ട് ഇവർ ഈ കത്ത് കൊടുത്തെന്നും കൊടുത്തില്ലെന്നും പ്രശ്നം പരിഹരിക്കാമെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് കുറച്ച് കാലമായിട്ട് നമ്മൾ ടി വിയിൽ കാണുന്ന കാര്യങ്ങളാണ്. അന്ന് കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിലുണ്ടായിരുന്ന സംശയത്തെ ഇന്ന് യാമിനി തങ്കച്ചിയുടെ പത്രസമ്മേളനത്തിലൂടെ ആ സംശയം ദൂരീകരിച്ചു എന്നാണ് ഞാനടക്കമുള്ള ആൾക്കാർ വിശ്വസിക്കുന്നത്. കാരണം നമുക്ക് ഏകദേശം ഒരു സംശയം ഉണ്ടായിരുന്നു ജനങ്ങൾക്ക്, കത്ത് കൊടുത്തിട്ട് അദ്ദേഹം അത് ഒരു ഡൊമസ്റ്റിക് വയലൻസ് കേസ് വന്നു കഴിഞ്ഞാൽ ഗണേഷ് കുമാറിന്റെ രാഷ്ട്രീയ ഭാവി അവതാളത്തിലാകുമല്ലോ, അത് അവതാളത്തിലാകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു അനുരഞ്ജന ശ്രമം നടത്തി നോക്കുന്നതിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ കത്ത് തരേണ്ടതില്ല എന്നൊക്കെ ഈ വർത്തമാനമൊക്കെ ഇതിനു മുമ്പേ നമ്മൾ കേട്ടതാണ്. പക്ഷേ അതിന് ഒരു ജനങ്ങളുടെ ഇടയിൽ ഉണ്ടായിരുന്ന സംശയമാണ് ഇപ്പോൾ യാമിനി തങ്കച്ചിയുടെ പത്രസമ്മേളനത്തിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. യാമിനി തങ്കച്ചിയെ അവരുടെ വികാരപരമായിട്ടുള്ള കരച്ചിലിന്റെ ഒന്നുമല്ല, അവർ പറഞ്ഞ വാക്കുകളെ അവിശ്വസിക്കേണ്ട കാര്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. യഥാർത്ഥത്തിൽ ചീഫ് മിനിസ്റ്റർ ഉമ്മൻചാണ്ടി അന്ന് കിട്ടിയിട്ടില്ല എന്ന് ജനങ്ങളുടെ എല്ലാവരുടെയും മുഖത്ത് നോക്കി ഒരു കള്ളം പറഞ്ഞതാണ്. അത് എന്തിനു വേണ്ടിയോ ആയിക്കൊള്ളട്ടെ, ഈ ഇന്നത്തെ വ്യവസ്ഥാപിതമായ കുടുംബത്തിന്റെ കെട്ടുറപ്പിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു മന്ത്രിയുടെ കുടുംബത്തെ തകരാതിരിക്കാനോ എന്ത് വേണമോ ആയിക്കോട്ടെ, പക്ഷേ ജനങ്ങളോട് മുഖ്യമന്ത്രി നുണ പറഞ്ഞു എന്ന് തന്നെയാണ് ജനങ്ങൾ ഇന്ന് വിശ്വസിക്കുന്നത്. അത് മാത്രമല്ല ഒരു ഡൊമസ്റ്റിക് വയലൻസ് അനുസരിച്ചിട്ട് ശ്രീ ജലീൽ പടന്ന, മീഡിയ വൺ റിപ്പോർട്ടർ ജലീൽ പടന്ന ചേരുന്നു തിരുവനന്തപുരത്ത്. ജലീൽ, എന്താണ് ക്ലിഫ് ഹൗസിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്? തിരുവനന്തപുരത്ത് രാഷ്ട്രീയ ചർച്ചകൾ എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? രാജീവ്, നേരത്തെ ഗണേഷ് കുമാർ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ വളരെ വികാരാധീനനായാണ് അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് സംസാരിച്ചത്. തനിക്കെതിരെ വലിയൊരു ഗൂഢാലോചന നടക്കുന്നുണ്ട് എന്ന രൂപത്തിലാണ് അദ്ദേഹം തന്നെ വാർത്താ ലേഖകരോട് തൻ്റെ ഭാഗം വിശദീകരിക്കാൻ ശ്രമിച്ചത്. അതായത് യാമിനി തങ്കച്ചി തനിക്കെതിരെ നടത്തിയ പരാമർശങ്ങൾ പൂർണ്ണമായും തള്ളിക്കളയേണ്ടതാണ്, അത് പൂർണ്ണമായും കെട്ടിച്ചമച്ചതാണ് എന്ന രീതിയിലുള്ള ഒരു പരാമർശമാണ് ഗണേഷ് കുമാറിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ഇതേക്കുറിച്ച് വിശദമായ, അതായത് സംസ്ഥാനത്ത് വളരെ ഉന്നതനായ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ കൊണ്ട് ഇത് അന്വേഷിപ്പിക്കണമെന്നാണ് തൻ്റെ അഭിപ്രായമെന്നും അദ്ദേഹം പറയുകയുണ്ടായി. ഇക്കാര്യം താൻ മുഖ്യമന്ത്രിയോട് പറഞ്ഞിട്ടുണ്ട് എന്നും അദ്ദേഹം വ്യക്തമാക്കുകയുണ്ടായി. മറ്റൊരു കാര്യം അദ്ദേഹം പറഞ്ഞത്, കഴിഞ്ഞ 1 മാസവും 10 ദിവസവുമായി താൻ കടുത്ത മാനസിക പ്രയാസം അനുഭവിക്കുകയാണ്. അതുമാത്രമല്ല, കഴിഞ്ഞ 3-ാം തീയതി തൻ്റെ ഭാര്യ യാമിനി തങ്കച്ചി അതിക്രൂരമായ രീതിയിൽ തന്നെ മർദ്ദിക്കുകയും തനിക്ക് പരിക്കേൽപ്പിക്കുകയും ചെയ്തു. ഇതാണ് ഒരു പത്രം വളരെ മോശമായ രീതിയിൽ തൻ്റെ കാമുകിയുടെ ഭർത്താവാണ് തന്നെ കൈകാര്യം ചെയ്തു എന്ന രീതിയിൽ ഒരു വാർത്ത കൊടുക്കുകയുണ്ടായി. ഇത് വ്യക്തമായൊരു ഗൂഢാലോചനയാണ്. ഇതിൻ്റെ പിന്നിൽ ആരാണ് എന്ന് വളരെ വ്യക്തമായിട്ട് അറിയാം. ഇക്കാര്യം ഞാൻ ബന്ധപ്പെട്ടവരോട് പറഞ്ഞിട്ടുണ്ട് എന്നും ഗണേഷ് കുമാർ പറയുകയുണ്ടായി. ഇദ്ദേഹം പറഞ്ഞ ഒരു വസ്തുത എന്ന് പറയുന്നത്, അതായത് താൻ അഴിമതിക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചത് കൊണ്ടാണ് തനിക്കെതിരെ നിരന്തരമായ ഇത്തരം ഗൂഢാലോചനകളും തനിക്കെതിരെയുള്ള നീക്കങ്ങളും നടക്കുന്നത് എന്നാണ് ഗണേഷ് കുമാർ പറഞ്ഞത്. ഇതിൽ വീണ്ടും അഡ്വക്കേറ്റ് നന്ദിനി, ഈ ആരോപണ പ്രത്യാരോപണങ്ങൾ മാറ്റി നിർത്തിയാൽ നിയമപരമായി എന്ത് നടപടികളാണ് ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ സാധാരണ നിലയ്ക്ക് സ്വീകരിക്കേണ്ടത്? മുഖ്യമന്ത്രിയുടെ മുന്നിൽ പരാതിയുമായി ഒരാൾ എത്തിയാൽ എന്ത് നടപടിയാണ് മുഖ്യമന്ത്രി സ്വീകരിക്കേണ്ടത്? ഒരു പൊതുപ്രവർത്തകന്റെ മുന്നിൽ ഒരു പരാതി ലഭ്യമായാൽ എന്തൊക്കെ നടപടികളാണ് ഇക്കാര്യത്തിൽ സ്വീകരിക്കേണ്ടത്?
അദ്ദേഹം കംപ്ലൈന്റ് കിട്ടിക്കഴിഞ്ഞപ്പോൾ ഈ ഒതുക്കി തീർക്കുക എന്നുള്ള നിലപാട് അദ്ദേഹം എടുത്തു. അതല്ലാതെ നിയമപരമായിട്ട് അദ്ദേഹം ചെയ്തിട്ടുണ്ടെന്ന് ബന്ധപ്പെട്ട വകുപ്പിലേക്ക് അയച്ചു കൊടുക്കാമായിരുന്നു, പോലീസിന് കൊടുക്കാമായിരുന്നു, യാമിനി തങ്കച്ചിയോട് തന്നെ പറയാമായിരുന്നു താങ്കൾക്ക് കോടതിയിൽ പോയിക്കൂടെ എന്ന് ചോദിക്കാമായിരുന്നു. അല്ലാതെ ഇതിനകത്ത് അത് മൂടി വെക്കേണ്ട കാര്യമല്ല ഉണ്ടായിരുന്നത്. അദ്ദേഹം ചെയ്യേണ്ടിയിരുന്നത് പോലീസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് കൊടുക്കാം, അല്ലെങ്കിൽ പോലീസ് DGPക്ക് അല്ലെങ്കിൽ ബന്ധപ്പെട്ട ആ ജൂറിസ്ഡിക്ഷനിലുള്ള കൺസേൺഡ് പോലീസ് ഓഫീസർക്ക് കൊടുക്കാം. പ്രൊട്ടക്ഷൻ ഓഫീസർ ഉണ്ട് ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് അനുസരിച്ചിട്ട് നിലവിലുള്ളത്. അങ്ങനെ ചെയ്യേണ്ടുന്നതിനും വേണ്ട രീതിയിൽ ഉപദേശിക്കുന്നതിനും പകരം അത് ഇപ്പോഴും ഞാനിത് പറയുന്നത് അദ്ദേഹത്തിന് കത്ത് യാമിന് കൊടുക്കാൻ തയ്യാറായിരുന്നു എന്ന് വിശ്വസിച്ചുകൊണ്ടാണ്. അങ്ങനെ അദ്ദേഹം ആ കത്ത് നിരാകരിക്കേണ്ടതില്ലായിരുന്നു, നേരെ മറിച്ച് മുഖ്യമന്ത്രിയെ സമീപിക്കുമ്പോൾ അദ്ദേഹം ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയ്ക്കല്ല, ഒരു പബ്ലിക് സെർവന്റ് എന്ന നിലയ്ക്ക് ചില കടമകൾ അദ്ദേഹത്തിനില്ലേ ഒരു പരാതിയുമായി ഒരാൾ മുന്നിൽ വരുമ്പോൾ? പരാതിയുമായിട്ട് ഒരാൾ മുന്നിൽ വരുമ്പോൾ ചെയ്യേണ്ട പൊതുപ്രവർത്തകന്റെ കടമ എന്താണ്? യഥാർത്ഥത്തിൽ വേണ്ട രീതിയിലുള്ള ഉപദേശം കൊടുക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ ഭർത്താവിന്റെ അടുത്തുനിന്ന് പീഡനം കിട്ടുന്നുണ്ട് കാലങ്ങളായിട്ട്, ഇതൊരു ഗാർഹിക പീഡനത്തിന്റെ പരിധിയിൽ വരുന്നതാണെങ്കിൽ അതനുസരിച്ചിട്ടുള്ള ഉപദേശമല്ലേ അദ്ദേഹം കൊടുക്കേണ്ടിയിരുന്നത്. അല്ലാണ്ട് കുടുംബ വ്യവസ്ഥ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട്, ഭരണം നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് ഞാനൊന്ന് പരിശ്രമിച്ചു നോക്കട്ടെ കുടുംബം നിലനിർത്താൻ എന്ന് പറയുകയല്ലല്ലോ അദ്ദേഹം വേണ്ടത്. വീണ്ടും ഷാനിമോൾ ഉസ്മാനിലേക്ക്. ശ്രീമതി ഷാനിമോൾ ഉസ്മാൻ, ധാർമ്മികമായ ഉത്തരവാദിത്വം ഈ പറഞ്ഞ വിശദീകരണങ്ങളൊക്കെ നിലനിൽക്കുമെങ്കിലും മന്ത്രി ഗണേഷിനെതിരെ ഗുരുതരമായ ആരോപണം ഭാര്യ തന്നെ വാർത്താ സമ്മേളനം വിളിച്ച് ഉന്നയിച്ചിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ മന്ത്രിയെ മാറ്റി നിർത്തേണ്ടത് ഒരു ധാർമ്മികമായ ബാധ്യതയല്ലേ? UDFനും കോൺഗ്രസിനും അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ സാധിക്കുമോ? ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്. കേരളത്തിലെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി നുണ പറഞ്ഞു എന്നുള്ള ആ അവാസ്തവികമായിട്ടുള്ള പ്രസ്താവന തന്നെ. ശ്രീമതി ഷാനിമോൾ ഉസ്മാൻ, മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി നുണ പറഞ്ഞോ ഇല്ലയോ എന്ന ആരോപണം ഇവിടെ ഉന്നയിക്കപ്പെടുന്നില്ല. മന്ത്രി ഗണേഷ് കുമാറിനെതിരെ ഭാര്യ തന്നെ ഇത്തരം ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ ഒരു പൊതു ഓഫീസിലിരിക്കുന്ന ആളാണ് ഗണേഷ് കുമാർ. സ്വാഭാവികമായും മാതൃകാപരമായി മാറി നിൽക്കുക, രാജിവെച്ച് മാറി നിൽക്കുക, അന്വേഷണത്തിന് ശേഷം തിരിച്ചു വരിക, ഇതല്ലേ ധാർമ്മികമായ രീതി? അതല്ലേ പിന്തുടരേണ്ടത്? സുഹൃത്തെ, എനിക്ക് പറയാനുള്ളത് മറ്റു ചില കാര്യങ്ങളാണ്. ഞാനും ഒരു അഡ്വക്കേറ്റ് ആണ്. എന്റെ അടുത്ത് പല കുടുംബ പ്രശ്നങ്ങളും വരാറുണ്ട്. അഡ്വക്കേറ്റ് നന്ദിനിയെ പോലെ അല്ലെങ്കിൽ മറ്റാരെങ്കിലും പോലെയൊക്കെയുള്ള അഡ്വക്കേറ്റ് എന്നുള്ള നിലയിൽ എന്റെ അടുത്ത് വരുന്ന പ്രശ്നങ്ങൾ ഞങ്ങൾ ഉടനെ തന്നെ ആ കേസ് നേരെ കോടതിയിലേക്ക് പോകും, അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ ഭർത്താവിനെ അറസ്റ്റ് ചെയ്യുന്ന രീതിയിലേക്ക് ഭാര്യയെ അറസ്റ്റ് ചെയ്യുന്ന രീതിയിലേക്ക് പോകാനല്ല പറയാറുള്ളത്. ഞങ്ങൾ പരമാവധി യോജിപ്പിക്കാൻ നോക്കും. പറ്റിയില്ലെങ്കിൽ കൗൺസിലിങ്ങിന് പറഞ്ഞു വിടും. ഏറ്റവും അവസാനം ഒത്തുതീർപ്പിനുള്ള എല്ലാ വഴികളും അടയുന്നു എന്ന് ബോധ്യപ്പെടുമ്പോൾ മാത്രമേ ഒരു പരാതിയായി കൊടുക്കാൻ ഒരു പൊതുപ്രവർത്തക, അതല്ലെങ്കിൽ ഈ രാജ്യത്തോട് പ്രതിബദ്ധത ഒരു വക്കീല്, ഒരു അഡ്വക്കേറ്റ് എന്നുള്ള നിലയിൽ ഞങ്ങളൊക്കെ തയ്യാറായിട്ടുള്ളൂ. വർഷങ്ങളായി ഞങ്ങളുമൊക്കെ അഭിഭാഷക വൃത്തിയുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന ആളുകളാണ്. അപ്പൊ അതല്ലാതെ ഒരു പരാതി പറഞ്ഞുകൊണ്ട് അച്ഛനെ പോലെ കണ്ടുകൊണ്ട് ഒരാളോട് പരാതി പറഞ്ഞു എന്ന് യാമിനി തങ്കച്ചി പറയുന്നു. അപ്പൊ അച്ഛനെ പോലെ പരാതി കണ്ടത് തീർച്ചയായിട്ടും അത് പോലീസിൽ കൊടുത്ത് പരാതി എടുത്ത് ഗാർഹിക പീഡന സംരക്ഷണ നിയമത്തിലൂടെ നടപടിയെടുക്കുന്നതിനാണെന്ന് ഞാൻ കരുതുന്നില്ല. അച്ഛനെ പോലെ യാമിനി തങ്കച്ചി കണ്ടത് തീർച്ചയായും ഒരു ഒത്തുതീർപ്പിനുള്ള സാധ്യതയുണ്ടാകും, അല്ലെങ്കിൽ പരസ്പരം സംസാരിച്ച് അതിനൊരു പ്രശ്ന പരിഹാരം ഉണ്ടാകുമെന്ന് ആഗ്രഹിച്ച് തന്നെയായിരിക്കുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുകയാണ്. കേരളത്തിലെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഇക്കാര്യത്തിൽ ഒത്തുതീർപ്പിന് ശ്രമിച്ചതിന്റെ ഉദ്ദേശ്യശുദ്ധിയെ ചോദ്യം ചെയ്യേണ്ടതില്ല എന്ന് അംഗീകരിക്കാം. മുഖ്യമന്ത്രി ചെയ്തത് ഒരു അഭിഭാഷക എന്നുള്ള നിലയിൽ താങ്കൾ പ്രൊഫഷണലി ചെയ്യുന്ന കാര്യങ്ങൾ വിശദീകരിക്കുകയും ചെയ്തു. അതുപോലെ ഒത്തുതീർപ്പിന് മുഖ്യമന്ത്രി ശ്രമിച്ചു, അത് ശരിയാണ്. ഇപ്പോൾ ഒത്തുതീർപ്പിന്റെ ഘട്ടം കഴിഞ്ഞിരിക്കുന്നു. യാമിനി തങ്കച്ചി പരസ്യമായി ഇക്കാര്യം പരാമർശിച്ചിരിക്കുന്നു. പരാതിയുണ്ട് തനിക്ക്, ഗാർഹികമായി 16 വർഷമായി തന്നെ പീഡിപ്പിക്കുകയായിരുന്നു മന്ത്രി ഗണേഷ് കുമാർ എന്നവർ പരസ്യമായി പറയുന്നു. ഈ ഘട്ടത്തിൽ മന്ത്രിയെ മാറ്റി നിർത്തി ഒരു അന്വേഷണം നടത്തുക എന്നതല്ലേ UDFനും കോൺഗ്രസിനും ചെയ്യാവുന്ന ഏറ്റവും ഉചിതമായ മാർഗം? ഞാനൊന്ന് പറയട്ടെ. ഞാൻ മുഖ്യമന്ത്രിയുമായി ഈ ആരോപണങ്ങൾ ഉണ്ടായി അതിനുശേഷം ഈ ചർച്ച നടക്കുന്നതിനിടയ്ക്ക് ഞാൻ മുഖ്യമന്ത്രിയുമായി സംസാരിച്ചു. കേരളത്തിലെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി തന്നെ വളരെ വ്യക്തമായി എന്നോട് പറഞ്ഞത്, കഴിഞ്ഞ 2 ആഴ്ചയ്ക്ക് മുമ്പ് ഈ വിഷയത്തെ സംബന്ധിച്ച് ഇത്രയേറെ ചർച്ച നടന്നപ്പോ യാമിനി തങ്കച്ചി തന്നെ മുഖ്യമന്ത്രിക്ക് ഞാൻ രേഖാമൂലം പരാതി തന്നിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടൊരു കത്ത് കൊടുത്തു എന്നാണ്. അപ്പൊ മുഖ്യമന്ത്രി അവിശ്വസിക്കേണ്ട കാര്യം എന്താ? അപ്പൊ ഇതിനകത്ത് ബാഹ്യ പ്രേരണകൾ ഉണ്ട് എന്ന് സ്വാഭാവികമായും സംശയിക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ്. യാമിനി തങ്കച്ചി ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ അവരുടെ വേദനയ്ക്ക് തിരികെ എത്താം താങ്കളിലേക്ക്. ഇപ്പോൾ KK ശൈലജ, ഈ ബാഹ്യപ്രേരണ എന്തായിരിക്കാം? അല്ല, ഇത് ഷാനിമോൾ ഉസ്മാൻ മനസ്സിലാക്കേണ്ടത് യാമിനി തങ്കച്ചിയുടെ പത്രസമ്മേളനത്തിൽ അവർ തന്നെ പറഞ്ഞത്
മീറ്റിംഗ് നടക്കുന്ന സമയത്ത് ഈ ഗവൺമെന്റിനെ നിലനിർത്തണം, അതുകൊണ്ട് മറ്റതെല്ലാം മറച്ചു വെക്കണം എന്ന രീതിയിൽ മുഖ്യമന്ത്രി സംസാരിച്ചതിന്റെ ഭാഗമായി റിട്ടേൺ ആയിട്ട് പരാതി എഴുതി തന്നിട്ടില്ല എന്ന് എഴുതി തരണമെന്ന് ആവശ്യപ്പെട്ടു എന്നാണ്. അതെല്ലാം എത്ര ഗുരുതരമായ തെറ്റാണ്. യാമിനി തങ്കച്ചി പറയാണ്, ഞാൻ അതുപോലും ചെയ്തല്ലോ, മുഖ്യമന്ത്രിയൊക്കെ ആവശ്യപ്പെട്ടിട്ട് ഈ കമ്മിറ്റിക്കകത്ത് വെക്കാൻ വേണ്ടി ഞാനങ്ങനെ റിട്ടേൺ ആയിട്ട് പരാതി കൊടുത്തിട്ടില്ല എന്ന് എഴുതി തരണമെന്ന് ആവശ്യപ്പെട്ടിട്ട് എഴുതി കൊടുത്തു എന്നാണ്. ഈ നാടകം ആരാ കളിക്കുന്നത്? ഇത് ക്രിമിനൽ കുറ്റാണ്. ഭാര്യയെ നിരന്തരമായിട്ട് പീഡിപ്പിക്കുക എന്നുള്ളത് ഗാർഹിക പീഡന നിരോധന നിയമം അനുസരിച്ച് ക്രിമിനൽ കുറ്റമാണ്. ആ ക്രിമിനൽ കുറ്റം ചെയ്ത ഗണേഷ് കുമാറിനെ മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്താൻ ഉത്തരവാദിയായിട്ടുള്ള മുഖ്യമന്ത്രി ആ പരാതി തന്നെ കിട്ടിയിട്ടില്ല എന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ചു. എന്നിട്ട് പരാതി കിട്ടിയിട്ടില്ലെന്ന് തികച്ചും തെറ്റായ കാര്യം നിയമസഭയുടെ മുമ്പാകെ പറഞ്ഞു. യാമിനി തങ്കച്ചിയുടെ വെളിപ്പെടുത്തലോടുകൂടി മുഖ്യമന്ത്രി നിയമസഭയെ തെറ്റിദ്ധരിപ്പിച്ചു, മുഖ്യമന്ത്രി കേരളത്തിലെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചു എന്ന് വ്യക്തമായിരിക്കുന്നു. ഒരു പരാതി ഗാർഹിക പീഡനത്തെ കുറിച്ച് മനസ്സിലായിട്ട് ആ കാര്യം നിയമപരമായിട്ട് വെളിപ്പെടുത്താത്ത, അല്ലെങ്കിൽ അതിന് നീതി കിട്ടേണ്ടുന്ന ഇടത്ത് വെളിപ്പെടുത്താത്ത ഒരാൾ കുറ്റക്കാരനാണ് എന്ന് ഗാർഹിക പീഡന നിരോധന നിയമത്തിലുണ്ട്. ഇത് നേരിട്ട് പരാതി തന്റെ കൈവശം എത്തിച്ചേരുന്ന ഘട്ടത്തിൽ അത് കൈവശം വാങ്ങിയില്ല എന്നുള്ളത് ഒരു കാര്യം. ഇനി കൺസലേഷന് വേണ്ടി വരെ രണ്ടുപേര് യോജിപ്പിക്കാനാണെങ്കിൽ നമുക്ക് തടസ്സമൊന്നുമില്ല. യോജിപ്പിക്കുന്നോ ഇല്ലയോ എന്നുള്ളതല്ല വിഷയം. ഇവിടെ ക്രിമിനൽ കുറ്റം ചെയ്തു എന്ന് നേരിട്ട് ബോധ്യമായിട്ട് ആ പരാതി സ്വീകരിക്കാനോ ക്രിമിനൽ കുറ്റവാളി താങ്കൾ തന്നെ പറഞ്ഞ ഒരു സാധ്യത അവിടെയില്ലേ മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ? മുഖ്യമന്ത്രി ഇത്തരം ഒരു പരാതി ലഭിച്ച സാഹചര്യത്തിൽ രണ്ടുപേരെയും ഒത്തുതീർപ്പിച്ച് നല്ല രീതിയിൽ മുന്നോട്ട് പോകട്ടെ എന്ന ഒരു നല്ല ഉദ്ദേശത്തോട് ചെയ്തതാവാൻ വഴിയില്ലേ അക്കാര്യം? ഇനി അങ്ങനെ സമ്മതിക്കാം. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ യാമിനി തങ്കച്ചി വെളിപ്പെടുത്തിയിരിക്കുകയാണല്ലോ, ഈ പറയുന്ന ഒരു ധാരണയും ഉണ്ടായില്ല, ഒരു യോജിപ്പും ഉണ്ടായില്ല. നിരന്തരം ഇന്ന് ഗണേഷ് കുമാറിന്റെ പത്രസമ്മേളനം തന്നെ കണ്ടാൽ യോജിക്കാനുള്ള ഒരു പുറപ്പാടല്ല അദ്ദേഹത്തിനെന്ന് മനസ്സിലാവുന്നുണ്ടല്ലോ. അവർ കരഞ്ഞുകൊണ്ട് പറയാണ്, ഗണേഷ് കുമാറിന്റെ ഭാര്യ എത്രയോ കാലമായിട്ട് തുടരുന്നു, മറ്റ് സ്ത്രീകളുമായിട്ടുള്ള ബന്ധപ്പെടലുണ്ട്, അതിനെക്കുറിച്ച് ചോദ്യം ചെയ്യുമ്പോഴാണ് പീഡിപ്പിക്കുന്നത്, ശാരീരികമായി പീഡിപ്പിക്കുന്നത്, അത് നിർത്താനുള്ള ഭാവം അല്ല അദ്ദേഹത്തിനുള്ളത് എന്ന് ഒരു ഭാര്യ പരസ്യമായിട്ട് പറയണമെങ്കിൽ ഉണ്ടായിട്ടുള്ള ബുദ്ധിമുട്ട് എത്രയായിരിക്കും നമുക്ക് ഊഹിക്കാൻ സാധിക്കുമല്ലോ. ആ ഘട്ടത്തിൽ പുതിയ യാമിനി തങ്കച്ചിയുടെ ഈ ഇന്നത്തെ പത്രസമ്മേളനത്തെ അടിസ്ഥാനമാക്കി മുഖ്യമന്ത്രി തീരുമാനിച്ചോ? മുഖ്യമന്ത്രി ഉടനെ ഉത്തരവിടണ്ടേ? ഈ മന്ത്രിയെ മാറ്റി നിർത്തിയിട്ട് ഇതേക്കുറിച്ച് ഗൗരവതരമായ അന്വേഷണം നടത്തുമെന്നല്ലേ ധാർമ്മികതയുടെ കണികയുണ്ടെങ്കിൽ മുഖ്യമന്ത്രി ചെയ്യേണ്ടത്? അഡ്വക്കേറ്റ് നന്ദിനി, സ്ത്രീ പീഡനം അല്ലെങ്കിൽ സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ വ്യാപകമായി ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാലത്താണ് നമ്മൾ ഇക്കാര്യം ചർച്ച ചെയ്യുന്നത്. സ്വാഭാവികമായും ഭരണകൂടത്തിന് അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിന് അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് ഒരു ബാധ്യതയില്ലേ ജനത്തിനെ ബോധ്യപ്പെടുത്താനെങ്കിലും ഇത്തരം പരാതികൾ ഉണ്ടായാൽ കാര്യക്ഷമമായ നടപടികൾ ഉണ്ടാകും എന്ന് ബോധ്യപ്പെടുത്തേണ്ട ബാധ്യത സംസ്ഥാന സർക്കാരിനും മുഖ്യമന്ത്രിക്കുമില്ലേ? തീർച്ചയായും. എനിക്കൊരു കാര്യം വ്യക്തമാക്കാൻ ഞാനിവിടെ ആഗ്രഹിക്കുന്നു. നേരത്തെ സൂചിപ്പിച്ച ശ്രീമതി ഷാനിമോൾ ഉസ്മാൻ പറഞ്ഞതുപോലെ ഞങ്ങളൊക്കെ തിരിച്ചു വരാം അഡ്വക്കേറ്റ് നന്ദിനിയിലേക്ക്. ഷാനിമോൾ ഉസ്മാൻ, ഇപ്പോൾ ലഭ്യമാവുന്ന വിവരമനുസരിച്ച് യാമിനി തങ്കച്ചി മുഖ്യമന്ത്രിയുടെ വസതിയിലെത്തി പരാതി നൽകാൻ പോവുകയാണ്. ഇത്തരം ഒരു പരാതി കിട്ടിക്കഴിഞ്ഞാൽ ഇനിയെങ്കിലും കോൺഗ്രസിനും UDF സർക്കാരിനും ഒരു തീരുമാനമെടുക്കേണ്ടി വരില്ലേ? ഇപ്പോൾ തന്നെ സത്യം പറഞ്ഞാല് ഈ ചർച്ചയ്ക്കിടയിൽ മിനിറ്റുകൾക്ക് ശേഷം ഉണ്ടായിട്ടുള്ള നിങ്ങളുടെ ദ്വിമുഖമായിട്ടുള്ള സമീപനമാണ് ഞാൻ ഇവിടെ കാണുന്നത്. ഇപ്പൊ ഇതിനു മുമ്പ് പറഞ്ഞു പരാതി കൊടുത്തിട്ടില്ല. എനിക്ക് ശൈലജ ടീച്ചർ ഏറ്റവും ബഹുമാനമുള്ള ഒരു ഇടതുപക്ഷ രാഷ്ട്രീയ നേതാവാണെങ്കിൽ ഏറ്റവും ബഹുമാനമുള്ള ഒരാളാണ്. ഞാൻ ചോദിക്കട്ടെ, യാമിനി തങ്കച്ചി എന്ന് പറയുന്നത് ഒരു സാധാരണ സ്ത്രീയല്ല, അവരൊരു ഡോക്ടറാണ്, വിദ്യാഭ്യാസമുള്ളൊരു സ്ത്രീയാണ്. ഒരു കമ്മിറ്റിക്ക് മുമ്പാകെ ഒരു കത്തെഴുതി കൊടുക്കണമെന്ന് പറഞ്ഞാൽ ഉടനെ ഒരു ഓർമ്മയും ഇല്ലാതെ അല്ലെങ്കിൽ ഒരു ധാരണയും ഇല്ലാതെ ഒരു കത്തെഴുതി യാമിനി തങ്കച്ചി കൊടുക്കുമെന്ന് പറയുന്നത് യാമിനി തങ്കച്ചിയെ ആക്ഷേപിക്കുന്നതിന് തുല്യമാണെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ ശ്രീ ഷാനിമോൾ ഉസ്മാൻ, അങ്ങനെ പറയുന്നത്, കത്തെഴുതി നൽകാൻ പറയുന്നത് മറ്റാരുമല്ല, സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയാണ്. ഒരു ഒത്തുതീർപ്പിന് വേണ്ടി നിങ്ങൾ കത്തെഴുതി തരണം എന്ന് പറഞ്ഞപ്പോൾ അതിൽ യാമിനി തങ്കച്ചി കത്തെഴുതി കൊടുത്തു പോയാൽ അവരെ അത്രയ്ക്കധികം കുറ്റം പറയാനാവുമോ? അവരെ ഒരു കുറ്റവും പറയുന്നില്ല, അതാദ്യം മനസ്സിലാക്കുക. നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട, യാമിനി തങ്കച്ചിയെ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല. പക്ഷെ ഇതിനകത്ത് രാഷ്ട്രീയ മുതലെടുപ്പിനെയാണ് ഞാൻ കുറ്റപ്പെടുത്തുന്നത്. ഇപ്പോൾ ക്ലിഫ് ഹൗസിലേക്ക് പോകുന്നു എന്ന് പറയുന്നു. നിങ്ങൾ തന്നെ ഒരു അല്പം മുമ്പ് പറഞ്ഞു പരാതി കൊടുത്തിട്ട് നടപടി എടുത്തില്ല എന്ന് പറയുന്നു. അതിനുശേഷം പറയുന്നു ശരിയാണ് പരാതി ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് കത്ത് കൊടുത്തു എന്ന് പറയുന്നു. അപ്പൊ ഇതിനെ സംബന്ധിച്ചിട്ടുള്ള ഒരുപാട് അവ്യക്തതകൾ ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അപ്പൊ ഇതിനൊക്കെ തന്നെ ഒരു കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഒരു ഗവൺമെന്റിനെതിരായിട്ടുള്ള അതിശക്തമായിട്ടുള്ള ഗൂഢാലോചനയുടെ ഭാഗമാണ് എന്ന്
ശക്തമായി ഈ വിശ്വസിക്കത്തക്ക ഗൂഢാലോചന എന്താണെന്ന് ഏറെക്കുറെ വെളിപ്പെട്ടതാണ്. അതിലെ മുഖ്യ കഥാപാത്രം ഇപ്പോൾ നിശബ്ദനാണ്. പക്ഷേ അദ്ദേഹത്തിനെതിരെ പോലും നടപടിയെടുക്കാൻ UDF കഴിയുന്നില്ല. ഇതിനകത്ത് നടപടിയെടുക്കാത്തത് ഞാൻ ചോദിക്കട്ടെ, ഇവിടെ നന്നായി ജനകീയമായി പ്രവർത്തിക്കുന്ന ഒരു സർക്കാരിന് താഴെ ഇറക്കിക്കൊണ്ട് കുതിരക്കച്ചവടം നടത്തി രാഷ്ട്രീയ അധികാരത്തിലേക്ക് കടന്നു വരുന്നതിന് വേണ്ടി നമുക്കറിയാം ബഹുമാന്യനായ എസ് രാമേന്ദ്രപിള്ളയെ പോലെയുള്ള ആളുകൾ തന്നെ UDF നിന്ന് പല ആളുകളും വരും. ഓരോ നിമിഷവും പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുക ഈ ഗവൺമെന്റ് ഭരണം പൂർത്തിയാക്കരുത് എന്ന് കരുതിക്കൊണ്ട് ഓരോ നിമിഷവും അതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ ഈ രാഷ്ട്രീയമായിട്ടുള്ള ഗൂഢാലോചനകൾ മനസ്സിലാക്കുന്നതിന് ആർക്കാണ്? ശ്രീമതി KK ശൈലജ, ഷാനിമോൾ ഉസ്മാൻ പറഞ്ഞു വരുന്നത് ഈ ബാഹ്യപ്രേരണ എന്നത് ഇടതുപക്ഷത്തു നിന്നാണ് എന്നാണ്. അങ്ങനെ യാതൊരു പ്രേരണയുണ്ടായിട്ടില്ല. ബഹുമാന്യായിട്ടുള്ള ഷാനിമോൾ ഉസ്മാൻ മനസ്സിലാക്കാൻ വേണ്ടി പറയാണ്, UDF നിന്ന് അങ്ങനെ യാതൊരു തരത്തിലുള്ള രാഷ്ട്രീയ ബോധവുമില്ലാതെ ആരെയെങ്കിലും സ്വാധീനിക്കാനോ ഇടതുപക്ഷത്തേക്ക് കൊണ്ടുവരാനോ ഇടതുപക്ഷം ശ്രമിക്കുന്നില്ല. അങ്ങനെ ശ്രമിച്ചിരുന്നെങ്കിൽ, തത്വദേശീയമില്ലാതെ ശ്രമിച്ചിരുന്നെങ്കിൽ UDFന്റെ അവസ്ഥ ഇന്നത്തെ പോലെ ആകുമായിരുന്നില്ല. പക്ഷെ ഒരു തത്വദേശീയമില്ലാതെ ഇടതുപക്ഷത്തിന്റെ സമീപനവുമായും ഇടതുപക്ഷത്തിന്റെ പരിപാടിയുമായും യോജിക്കുന്നു എന്ന് പറയാതെ, യോജിപ്പോട് പ്രവർത്തിക്കാൻ തയ്യാറാകാതെ ഏതെങ്കിലും തരത്തിൽ ആരെയെങ്കിലും UDF നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരാൻ ഇടതുപക്ഷം ശ്രമിക്കില്ല എന്ന് ഇടതുപക്ഷ നേതാക്കൾ വളരെ വ്യക്തമാക്കിയിട്ടുണ്ട്. അങ്ങനെ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷെ ഇതൊന്നും അല്ല പ്രശ്നം. അധികാരത്തിൽ നിലനിൽക്കാൻ വേണ്ടി ഏത് അധാർമിക പ്രവൃത്തിയും ചെയ്യാമെന്നാണോ? ഇവിടെ ഷാനിമോൾ ഉസ്മാൻ അടക്കം ശക്തമായി പ്രതികരിക്കേണ്ട ഒരു വിഷയമല്ലേ? ഒരു സ്ത്രീയെ ഇങ്ങനെ പീഡിപ്പിച്ചു എന്ന് പകൽ പോലെ വ്യക്തമായിട്ടും ആ പീഡിപ്പിച്ച ആളെ മാറ്റി നിർത്തിയിട്ടൊരു അന്വേഷണം നടത്താനുള്ള സാമാന്യ മര്യാദ പോലും കാണിക്കാൻ ഗവൺമെന്റിന് സാധിക്കുന്നില്ല എന്ന് വന്നാൽ എങ്ങനെയാണ് സ്ത്രീകൾ ഈ ഗവൺമെന്റിൽ നിന്ന് നീതി പ്രതീക്ഷിക്കുക? KK ശൈലജ ടീച്ചർ, ഇപ്പോൾ വീണ്ടും അഡ്വക്കേറ്റ് നന്ദിനിയിലേക്ക്. അഡ്വക്കേറ്റ് നന്ദിനി, നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യുന്നത് സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ വ്യാപിക്കുകയും അതിനെതിരെ ഭരണകൂടം വളരെ ശക്തമായ നിലപാടെടുക്കും എന്ന് ആവർത്തിച്ച് പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലാണ്. ആ സാഹചര്യത്തിലാണ് മന്ത്രിയായിരിക്കുന്ന ഒരാൾക്കെതിരെ ആരോപണമുയരുകയും അത് ആ പരാതി അന്വേഷിക്കുന്നില്ല എന്ന ആക്ഷേപം പരാതിക്കാരെ തന്നെ ഉന്നയിക്കുകയും ചെയ്യുന്നത്. സർക്കാരിന് നിയമപരമായി തന്നെ വലിയ ബാധ്യതകളില്ലേ ഈ കാര്യത്തിൽ? തീർച്ചയായും ഉണ്ട്. കാരണം അതിക്രമങ്ങൾ കൂടിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് വളരെ അസൂയാവർഹമായ ദാമ്പത്യ ജീവിതമാണ് നയിക്കുന്നത് എന്ന് സാധാരണ ജനങ്ങൾ കാണുന്ന യാമിനി തങ്കച്ചിയെ പോലത്തെ ഒരു സ്ത്രീക്ക്, ഡോക്ടറായ ഒരു സ്ത്രീക്ക് ഇതുപോലൊരു പ്രശ്നം വരുന്നത്, നിരന്തരമായ പീഡനം അവർ സഹിച്ചിട്ടും അവർക്ക് യാതൊരു നിയമപരമായിട്ടുള്ള പരിരക്ഷയോ മുഖ്യമന്ത്രിയെ അച്ഛന്റെ സ്ഥാനത്തെ കണ്ടുകൊണ്ട് സമീപിച്ചിട്ടും ഒരു പരിരക്ഷ ഉണ്ടാകാതിരുന്നത്. ഈ ഒരു അവസരത്തിൽ സാധാരണ ജനങ്ങൾ വിചാരിക്കില്ലേ, ഇങ്ങനെയുള്ള വലിയ വലിയ ആൾക്കാരുടെയൊക്കെ പ്രശ്നങ്ങൾ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ പാവപ്പെട്ട പെൺകുട്ടികൾക്കും പാവപ്പെട്ട ഭാര്യമാർക്കും ഒക്കെ എങ്ങനെ നീതി കിട്ടുന്നതെന്ന് വിചാരിക്കില്ലേ? ഗവൺമെന്റിന് ഒരു മോഡൽ ഗവൺമെന്റ് ആവണമെങ്കിൽ, നല്ലൊരു ഗവൺമെന്റ് ആയിട്ട് തെളിയിക്കേണ്ടത് എന്ന് പറയുന്നത് ഇത്തരം കാര്യങ്ങളിൽ വർദ്ധിച്ചു വരുന്ന ഇത്തരം പീഡനങ്ങളുടെ കംപ്ലൈൻസ് കിട്ടിക്കഴിഞ്ഞാൽ അതിനെ ധാർമ്മികമായി നല്ല നിയമപരമായി തന്നെ മുന്നോട്ട് പോവുകയും ശരിയായ രീതിയിൽ അന്വേഷണം നടത്തി കുറ്റക്കാരെ ശിക്ഷിക്കുകയും ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അതിനകത്ത് യാതൊരു തർക്കവും ഇല്ല. അല്ലാണ്ട് ഞങ്ങൾ അത് ചെയ്തില്ല ഇത് ചെയ്തില്ല എന്ന് പറഞ്ഞിട്ട് രാഷ്ട്രീയമായ മുതലെടുപ്പ് നടത്തുന്നതിന് പകരം ഇപ്പോൾ ഒരു കംപ്ലൈന്റ് കൊടുത്തില്ല എന്നുള്ളത് പോട്ടെ, ഇപ്പോൾ കംപ്ലൈന്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ അതനുസരിച്ച് നീങ്ങാമല്ലോ ഗവൺമെന്റിന്. തിരിച്ചു വരാം താങ്കളിലേക്ക്. ഒരിക്കൽ കൂടി അഡ്വക്കേറ്റ് ഷാനിമോൾ ഉസ്മാനിലേക്ക്. ഷാനിമോൾ ഉസ്മാൻ, താങ്കൾ നേരത്തെ പറയുകയുണ്ടായി ഇതൊരു രാഷ്ട്രീയ മുതലെടുപ്പിന് ശ്രമം നടക്കുന്നുവെന്ന്. ആരാണ് ഈ രാഷ്ട്രീയ മുതലെടുപ്പിനുള്ള അവസരം ഒരുക്കി കൊടുക്കുന്നത്? പരാതി പറഞ്ഞത്, ആദ്യം പരാതി ഉണ്ടായത് പത്രവാർത്തയായാണ്. പത്രവാർത്തയിൽ പറയുന്ന മന്ത്രി KB ഗണേഷ് കുമാറാണെന്ന് പറഞ്ഞ് സർക്കാരിൻ്റെ ചീഫ് വിപ്പാണ്. പരാതി നൽകാനെത്തിയ യാമിനി തങ്കച്ചിയോട് പരാതി സ്വീകരിക്കാതെ ഒത്തുതീർപ്പിൻ്റെ വഴി പറഞ്ഞു കൊടുത്തത് മുഖ്യമന്ത്രിയാണ്. ഇപ്പോൾ യാമിനി തങ്കച്ചിക്കെതിരെ കുടുംബക്കോടതിയിൽ നൽകിയ പരാതിയും ചിത്രവും വാർത്തയാക്കി ഗണേഷ് കുമാർ തന്നെ വീണ്ടും ഒരു വിവാദത്തിന് തുടക്കമിടുകയും ചെയ്തിരിക്കുന്നു. ഇതാരാണ് ഈ രാഷ്ട്രീയ മുതലെടുപ്പിന് അവസരമൊരുക്കി കൊടുക്കുന്നത്? ഞാനൊന്ന് പറയട്ടെ, ഇതിപ്പോ രാഷ്ട്രീയ മുതലെടുപ്പിന് അവസരം ഒരുക്കി കൊടുത്തത് ആര് എന്ത് എന്നുള്ള ചോദ്യമല്ല പ്രസക്തം. ഇവിടെ ഈ നിങ്ങൾ ഈ ചർച്ച തുടങ്ങുന്നത് തന്നെ മുഖ്യമന്ത്രി കൊടുത്ത പരാതി മുഖ്യമന്ത്രി സ്വീകരിച്ചില്ല എന്ന് പറഞ്ഞു, മുഖ്യമന്ത്രി അത് കോടതിക്ക് വിട്ടില്ല എന്ന് പറഞ്ഞു, നിയമസഭയിൽ കള്ളം പറഞ്ഞു എന്ന് പറഞ്ഞു. ഇപ്പൊ ഇതെല്ലാം കഴിഞ്ഞിട്ട് അവസാനം പറയുന്നത് യാമിനി തങ്കച്ചി വീണ്ടും പരാതി കൊടുക്കാൻ പോകുന്നു എന്ന് പറഞ്ഞു. പരാതി ലഭിക്കട്ടെ. മുഖ്യമന്ത്രിയുടെ കയ്യിൽ പരാതി ലഭിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും കേരളത്തിലെ നീതിബോധമുള്ള മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ, തീർച്ചയായും സ്ത്രീ സുരക്ഷയ്ക്ക് അങ്ങേയറ്റത്തെ പ്രാധാന്യം കൊടുക്കുന്ന മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ, ദീർഘകാല പൊതുപ്രവർത്തന രംഗത്തെ പരിചയമുള്ള വ്യക്തി എന്നുള്ള നിലയിൽ ശ്രീ ഉമ്മൻചാണ്ടി അതിന് നിയമപരമായ രീതിയിലുള്ള പരാതി കൊടുത്തു കഴിഞ്ഞാൽ അതിനുമേൽ നടപടിയെടുക്കുമെന്നുള്ള ഉറപ്പെനിക്കുണ്ട്.
പക്ഷെ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഏതോ ഒക്കെ തരത്തിലുള്ള ആരോപണങ്ങളുടെ പേരിൽ പരാതി കൊടുത്തു, ഒന്നുകിൽ പരാതി കൊടുത്തു എന്നുള്ളതിൽ ഉറച്ചു നിൽക്ക്, അതല്ലെങ്കിൽ പരാതി കൊടുത്തില്ല എന്നുള്ളതിൽ ഉറച്ചു നിൽക്ക്, അതുമല്ലെങ്കിൽ പരാതി കൊടുത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് കത്ത് കൊടുത്തു എന്ന് പറയുന്നതിൽ ഉറച്ചു നിൽക്ക്. അതൊന്നുമില്ലാതെ നിന്നുകൊണ്ട് ഒരു തരത്തിലുള്ള ഒരു രാഷ്ട്രീയ കളി നടത്തിയിട്ട് വല്ല കാര്യമുണ്ടോ? പരാതി കൊടുക്കട്ടെ, പരാതി കൊടുത്ത്. ശ്രീമതി ഷാനിമോൾ ഉസ്മാൻ, ഈ പറയുന്നത് ആത്മാർത്ഥമായി തന്നെയാണോ? യാമിനി തങ്കച്ചി ഇന്ന് വാർത്താ സമ്മേളനം നടത്തി ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷവും പരാതി കൊടുക്കൂ, പരാതി കൊടുത്തതിന് ശേഷം നടപടിയെടുക്കാം, പരാതി ഉണ്ടായിരുന്നോ, പരാതി അവിടെ കിട്ടിയല്ലോ, ഇങ്ങനെയൊക്കെ പറയുന്നത് ആത്മാർത്ഥമായി തന്നെയാണോ? ഞങ്ങൾ ഒക്കെ പൊതുപ്രവർത്തന രംഗത്ത് നിൽക്കുന്നതാണ്. ഒട്ടേറെ സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ ഇടപെട്ടുകൊണ്ട് പ്രത്യേകിച്ച് സ്ത്രീകളുടെ കണ്ണീരൊപ്പുന്ന നടപടികളുമായി മുന്നോട്ട് പോകുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ, ജില്ലാ പ്രസ്ഥാനങ്ങളുടെ ഒക്കെ നേതൃരംഗത്ത് ഇരുന്നിട്ടുള്ളവരാണ് ഞാനും ശൈലജ ടീച്ചർ അടക്കമുള്ള ആളുകൾ. പക്ഷെ ഇവിടെ പറയുന്നത് ആത്മാർത്ഥതയെ സംബന്ധിച്ച് ചോദ്യം ചെയ്യേണ്ട കാര്യമില്ല. പക്ഷേ ഞാൻ പറഞ്ഞത് ആദ്യം തന്നെ ഒരു കത്ത് കൊടുത്തു അല്ലെങ്കിൽ ഒരു സമിതിക്ക് മുമ്പാകെ കത്ത് കൊടുത്തു എന്ന് പറയുമ്പോൾ ഒരു സാധാരണ സ്ത്രീയെ സ്വാധീനിക്കുന്നത് പോലെ യാമിനി തങ്കച്ചി എന്ന് പറയുന്ന ഒരു മിടുക്കിയായ ഒരു ഡോക്ടറെ സ്വാധീനിക്കാൻ കഴിയുമെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് അപ്പൊ ഇതിന്റെ പിന്നിൽ ബാഹ്യപ്രേരണയുണ്ട് എന്നുള്ളത്. ഒരു സാധാരണക്കാരിയാണെങ്കിൽ സ്വാഭാവികമായും ഏതെങ്കിലും തരത്തിലെ ഒരുപക്ഷെ വിദ്യാഭ്യാസമില്ലാത്ത ഏതെങ്കിലും തരത്തിൽ മാനസികമായ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു സ്ത്രീ ആണെങ്കിൽ ഒരുപക്ഷെ കത്തെഴുതി കൊടുത്തിട്ട് ഷാനിമോൾ ഉസ്മാൻ, ഡോക്ടർ യാമിനി തങ്കച്ചിയെ പോലെ വിദ്യാസമ്പന്നയായ ഒരു സ്ത്രീക്ക് പോലും കേരളത്തിൽ രക്ഷയില്ല എന്നല്ലേ ഇത് വായിച്ചെടുക്കേണ്ടത്? കേരളത്തിൽ രക്ഷയില്ല എന്ന് പറയാൻ കഴിയുമോ? ഞാൻ ചോദിക്കട്ടെ, ഞാനിപ്പോ പുറകോട്ട് ഒരുപാട് പോകേണ്ടി വരും. ഞാൻ കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലഘട്ടത്തില് കേരളത്തിലെ സ്ത്രീകൾക്കെതിരായ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളെ സംബന്ധിച്ചും ഇന്ന് അതിനെതിരെ ശക്തമായി മറുപടി പറയുന്ന ശൈലജ ടീച്ചറെ പോലെയുള്ള നേതാക്കന്മാരെ സംബന്ധിച്ചും അന്നെടുത്തിരുന്ന പ്രതികരണത്തെ സംബന്ധിച്ചും ഒക്കെ ചോദിക്കേണ്ടതായിട്ട് വരും. പക്ഷെ ഞാൻ അതിലേക്ക് ദീർഘമായി കടന്നു പോകുന്നില്ല. കാരണം ഈ വിഷയങ്ങൾ തമ്മിൽ കൂട്ടിക്കുഴയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. നമുക്കറിയാം നിരവധിയായിട്ടുള്ള കേസുകൾ. കിളിരൂരിലെ ഒരു പെൺകുട്ടിയുടെ കാര്യം, കവിയൂരിലെ പെൺകുട്ടിയുടെ കാര്യം, VIP ഉണ്ട് എന്ന് അന്നത്തെ മുഖ്യമന്ത്രി തന്നെ അല്ലെങ്കിൽ ശ്രീ അച്യുതാനന്ദൻ തന്നെ വ്യക്തമാക്കിയിട്ടും അന്ന് അതിന് എതിരായിട്ടുള്ള നിലപാടെടുത്തുകൊണ്ട് CPM നേതാക്കന്മാരെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശക്തമായ ശ്രമം നടത്തിയിട്ടുള്ള ആളുകളാണ് ഇവരൊക്കെ. അപ്പൊ അന്നും ഇന്നും കോൺഗ്രസിനകത്ത് തന്നെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിശക്തമായി കോൺഗ്രസ് പാർട്ടിക്കകത്ത് തന്നെ അഭിപ്രായം പറഞ്ഞിട്ടുള്ളവരാണ് ഞങ്ങളൊക്കെ. നന്ദിനിയിലേക്ക്, അഡ്വക്കേറ്റ് നന്ദിനി, കഴിഞ്ഞ 1.5 പതിറ്റാണ്ടായി കേരള രാഷ്ട്രീയത്തെ വേട്ടയാടുന്നത് സ്ത്രീകളുടെ കണ്ണീരാണ്. തീർച്ചയായും. പക്ഷേ പലപ്പോഴും നമ്മുടെ നിയമ സംവിധാനം എന്ന് പറയുന്നത് സ്ത്രീകൾ കംപ്ലൈന്റ് കൊടുത്തിട്ടും ഇന്നത്തെ നിലവിലുള്ള ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റം അതിന് ഇരകൾക്ക് അല്ലെങ്കിൽ പീഡനം സഹിക്കുന്നവർക്ക് അത് ഇപ്പോൾ ഗാർഹിക പീഡന നിയമം ഇപ്പോൾ വന്നതാണ്, ഈ അടുത്ത് വന്നതാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നീതി കൊടുക്കുന്നതിൽ നിന്ന് നമ്മുടെ സിസ്റ്റം തന്നെ പരാജയപ്പെട്ടിരിക്കുക എന്നുള്ളതാണ് കഴിഞ്ഞ കുറെ 1.5 പതിറ്റാണ്ടായിട്ട് നമ്മൾ കണ്ടുവരുന്നത്. പക്ഷെ അതിന് നമ്മൾ വീണ്ടും വീണ്ടും പ്രതീക്ഷിക്കുന്നത് കൂടുതൽ ഇതുമായിട്ട് സംബന്ധിക്കുന്ന സ്പെഷ്യൽ സ്റ്റാറ്റ്യൂട്ട്സ് വന്നു കഴിഞ്ഞാൽ കൂടുതൽ എന്തെങ്കിലുമൊക്കെ നീതി കിട്ടുമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഈ അടുത്ത കാലത്തായിട്ട് ഗാർഹിക പീഡന നിയമം വന്നിരിക്കുന്നത്. എന്നാൽ അതിനുള്ളിൽ തന്നെ ധാരാളം ലൂപ്പ് ഹോൾസ് ഉണ്ടാവുകയും പ്രത്യേകിച്ച് ഭരണത്തിന്റെ സ്ഥിരാകേന്ദ്രത്തിലിരിക്കുന്ന ആൾക്കാരുടെ കുടുംബിനികൾക്ക് ഇതുപോലുള്ള പ്രശ്നം വന്നു കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക എന്നുള്ളത് നമ്മൾ കണ്ടു കഴിഞ്ഞു. എന്താണ് വേണ്ടത് ഇതിനകത്ത്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കാര്യമായി തന്നെ ഇതിന് മുന്നിട്ട് ഇറങ്ങേണ്ടതാണ് ജനങ്ങൾ. അല്ലാണ്ട് ഇതൊരു രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയിട്ടോ സ്ത്രീകളുടെ നിയമപരിരക്ഷയുമായിട്ടോ ഉള്ള പ്രശ്നങ്ങളൊന്നും രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മറ്റു രീതിയിൽ ഉപയോഗിക്കാൻ പാടുള്ളതല്ല എന്നാണ് എന്റെ അഭിപ്രായം. ശ്രീമതി ഷാനിമോൾ ഉസ്മാൻ, ഒറ്റ കാര്യം, യാമിനി തങ്കച്ചി എന്ന സ്ത്രീ ഉന്നയിച്ച പരാതിയിൽ യുക്തിസഹവും നീതിയുക്തവുമായ ഒരു നടപടി ഉണ്ടാകും എന്ന് AICC സെക്രട്ടറി പ്രതീക്ഷിക്കുന്നുണ്ടോ? ശ്രീമതി ഷാനിമോൾ ഉസ്മാൻ, കേൾക്കാമോ? ഒരിക്കൽ കൂടി KK ശൈലജയിലേക്ക്. KK ശൈലജ, മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിട്ട് പോലും ഫലമുണ്ടാകുന്നില്ല എന്ന ആരോപണം CPM ഉന്നയിക്കുന്നുണ്ട്. വരും ദിവസങ്ങളിൽ ഇത് ഒരു രാഷ്ട്രീയ ആയുധമായി ഉപയോഗിക്കാൻ തന്നെയാണോ ഇടതുപക്ഷത്തിന്റെ തീരുമാനം? രാഷ്ട്രീയ ആയുധം എന്ന് വെച്ചാൽ ഈ നാടിനെ സംബന്ധിച്ച പ്രശ്നം എന്നുള്ള അർത്ഥത്തിലാണ് കാണേണ്ടത്. ഈ ഗവൺമെന്റിൽ നിന്ന് നീതി ലഭിക്കില്ല. ഷാനിമോൾ ഉസ്മാൻ നേരത്തെ പറഞ്ഞല്ലോ കഴിഞ്ഞ ഗവൺമെന്റിന്റെ സമയത്ത് എന്തൊക്കെ ഉണ്ടായിരുന്നു എന്ന്. കഴിഞ്ഞ ഗവൺമെന്റിന്റെ സമയത്ത് മുഴുവൻ പ്രവൃത്തികളും പരിശോധിക്കും. ഒരു ചെറിയ പരാതി പോലും സ്ത്രീകൾ ഉന്നയിച്ചാൽ വളരെ ഗൗരവമായിട്ട് അത് എടുക്കുകയും സ്ത്രീ പീഡനക്കാരെ വളരെ പെട്ടെന്ന് തന്നെ അറസ്റ്റ് ചെയ്ത് നിയമത്തിന്റെ മുമ്പാകെ കൊണ്ടുവരാനും കഴിഞ്ഞ ഗവൺമെന്റ് ഉത്സാഹിച്ചിരുന്നു. അതിന്റെ ഭാഗമായിട്ട് സ്ത്രീ പീഡനങ്ങളുടെ എണ്ണം കുറച്ചെങ്കിലും കുറച്ചു കൊണ്ടുവരാൻ ഈ കേരളത്തിൽ സാധിച്ചിരുന്നു. എന്നാൽ ഈ ഗവൺമെന്റിന്റെ സമയത്ത് സൂര്യനെല്ലിയിലെ പെൺകുട്ടി PJ കുര്യൻ തന്നെ ദ്രോഹിച്ചു എന്ന് മുഖ്യമന്ത്രിയുടെ മുമ്പാകെ നേരിട്ട് ഹാജരായിട്ട് പരാതി പറയുകയും കേസെടുക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തെടുത്തില്ല.
AT ജോർജ് MLA ഒരു കുടുംബത്തെ പീഡിപ്പിക്കുന്നു എന്ന് പറഞ്ഞ ആ കുടുംബം നേരിട്ട് മുഖ്യമന്ത്രിയുടെ അടുത്ത് പരാതി പറഞ്ഞു. മുഖ്യമന്ത്രി കേസെടുക്കാൻ തയ്യാറായിട്ടില്ല. ഗവൺമെന്റിനകത്ത് തന്നെ എല്ലാ സ്ത്രീപീഡനക്കാരെയും സംരക്ഷിച്ചാൽ വെളിയിൽ മുഖ്യമന്ത്രിയുടെ പാർട്ടിക്കാരോ അല്ലെങ്കിൽ UDF ആയിട്ടുള്ള ആളുകളെ എത്രമാത്രം സംരക്ഷിക്കും? എല്ലാ പീഡനക്കാരെയും. ശ്രീ KK ശൈലജ, ശ്രീമതി അഡ്വക്കേറ്റ് ഷാനിമോൾ ഉസ്മാൻ, അഡ്വക്കേറ്റ് നന്ദിനി ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. കേരള രാഷ്ട്രീയം ഒരു ഫാമിലി ത്രില്ലറിലേക്ക് ചുരുങ്ങുക മാത്രമല്ല, യാമിനി തങ്കച്ചിയെ പോലെ പ്രൊഫഷണലായ ഒരു സ്ത്രീ പോലും മാധ്യമങ്ങളുടെ മുമ്പിൽ പൊട്ടിക്കരയേണ്ടി വരുന്ന ഒരു അവസ്ഥയിലേക്ക് കേരള സമൂഹം അധപതിച്ചുകൊണ്ടിരിക്കുകയാണ്. തിരികെ എത്താം ഒരിടവേളയ്ക്ക് ശേഷം.